ആഗോളതലത്തിൽ ഊർജ്ജ വിപണി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന 2026 ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊർജ്ജ സംരക്ഷണത്തിനും യാത്രാ നിർദ്ദേശങ്ങൾക്കുമായി നടത്തിയ ആഹ്വാനം വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം നിയന്ത്രണങ്ങൾ അമിതമാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ സമകാലിക ആഗോള സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠാപരമായി വിശകലനം ചെയ്താൽ ഈ ആഹ്വാനം ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും മറിച്ച് ലോകമെമ്പാടുമുള്ള വികസ്വര രാഷ്ട്രങ്ങൾ ഒരുപോലെ പിന്തുടരുന്ന ഒരു അതിജീവന തന്ത്രമാണെന്നും നമുക്ക് ബോധ്യപ്പെടും. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ തങ്ങളുടെ പൗരന്മാരോട് ഉപയോഗം കുറയ്ക്കാനും ഊർജം ലാഭിക്കാനും ആവശ്യപ്പെടുന്നത് വെറുമൊരു അഭ്യർത്ഥനയായിട്ടല്ല, മറിച്ച് തകർന്നടിയാൻ സാധ്യതയുള്ള ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള അവസാന കൈത്താങ്ങായാണ് കാണുന്നത്. ഊർജം എന്നത് ആധുനിക ലോകത്തിൻ്റെ ജീവരക്തമാണ്. അതിൻ്റെ ലഭ്യതയിലുണ്ടാകുന്ന ചെറിയൊരു കുറവ് പോലും ആഗോള വിതരണ ശൃംഖലയെയും വ്യവസായങ്ങളെയും തകിടം മറിക്കാൻ പര്യാപ്തമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ട്രാക്കർ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏകദേശം 40ഓളം രാജ്യങ്ങളും യൂറോപ്യൻ കമ്മീഷനും ഇതിനോടകം തന്നെ അടിയന്തര ഊർജ്ജ സംരക്ഷണ നടപടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ധന ഉപയോഗം കുറയ്ക്കാനും ഗതാഗത സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഈ രാജ്യങ്ങൾ കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. വികസിത രാജ്യങ്ങൾ എക്സൈസ് ഡ്യൂട്ടി കുറച്ചും അമിതമായി ഇന്ധനം ഉപയോഗിക്കുന്ന മേഖലകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ഈ പ്രതിസന്ധിയെ നേരിടാൻ ശ്രമിക്കുമ്പോൾ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ റേഷനിംഗ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നത് നാം കാണാതിരുന്നുകൂടാ. ഗതാഗത മേഖലയിൽ നിയന്ത്രണങ്ങൾ ഇന്ന് ലോകമെമ്പാടും പല ഭാഗങ്ങളിലും സജീവമാണ്. ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ 18ഓളം രാജ്യങ്ങൾ ഗതാഗത നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇന്ധന റേഷനിംഗ്, വാഹനങ്ങൾക്ക് കൃത്യമായ പരിധി നിശ്ചയിക്കൽ, ഒറ്റ ഇരട്ട അക്ക വാഹന നിയന്ത്രണം തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ്. ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഇന്ധന റേഷനിംഗ് സമ്പ്രദായം നിലവിലുണ്ട്. ദക്ഷിണ കൊറിയയെ പോലെയുള്ള വികസിത രാജ്യങ്ങൾ പൊതുമേഖലയിൽ വാഹന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ധന ഉപയോഗത്തിൽ കർശനമായ പരിധികൾ നിശ്ചയിച്ചിരിക്കുകയാണ്. സ്പീഡ് ലിമിറ്റുകൾ കുറച്ചും പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിച്ചും ഈ രാജ്യങ്ങൾ ഇന്ധന ലാഭത്തിനായി പോരാടുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം പല രാജ്യങ്ങളും വേഗത്തിലാക്കുന്നത്. ഇന്തോനേഷ്യയും തായ്ലൻഡും ഇലക്ട്രിക് വാഹനങ്ങൾക്കായി വലിയ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ അത് കേവലം പരിസ്ഥിതി സ്നേഹം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനുള്ള സാമ്പത്തിക തന്ത്രം കൂടിയാണ്. തൊഴിലിടങ്ങളിലെ മാറ്റങ്ങളാണ് ഈ പ്രതിസന്ധി കാലത്ത് നാം കാണുന്ന മറ്റൊരു പ്രധാന സവിശേഷത. വർക്ക് ഫ്രം ഹോം അഥവാ വീട്ടിലിരുന്നുള്ള ജോലി എന്നത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഊർജ്ജ സംരക്ഷണത്തിനായുള്ള വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. 13ഓളം രാജ്യങ്ങൾ പൊതുമേഖലയിൽ വിദൂര തൊഴിൽ സംവിധാനം നിർബന്ധിതമാക്കി. പാകിസ്ഥാൻ ആഴ്ചയിൽ 4 ദിവസത്തെ പ്രവൃത്തി ദിനവും ബാക്കി ദിവസങ്ങളിൽ വീട്ടിലിരുന്നുള്ള ജോലിയും നടപ്പിലാക്കുമ്പോൾ ഇന്തോനേഷ്യ വെള്ളിയാഴ്ചകളെ വർക്ക് ഫ്രം ഹോം ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്രീലങ്കയാകട്ടെ ബുധനാഴ്ചകളിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകിയാണ് ഇന്ധനം ലാഭിക്കുന്നത്. കംബോഡിയ, മലേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഈ പാത പിന്തുടരുന്നുണ്ട്. ഇത് കേവലം യാത്രാ ചെലവ് കുറയ്ക്കുക മാത്രമല്ല, ഓഫീസുകളിലെ വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കുന്നു. വിദ്യാലയങ്ങളുടെയും സർവകലാശാലകളുടെയും പ്രവർത്തന സമയം കുറച്ചും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയും പല രാജ്യങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കുചേരുന്നു. കെട്ടിടങ്ങൾക്കുള്ളിലെ താപനില ക്രമീകരണം എന്നത് നാം നിസ്സാരമായി കാണുന്ന ഒന്നാണെങ്കിലും ഊർജ്ജ ലാഭത്തിൽ ഇതിന് വലിയ പങ്കുണ്ട്. എയർ കണ്ടീഷണറുകളുടെ താപനില നിശ്ചിത അളവിൽ ക്രമീകരിക്കാൻ പല രാജ്യങ്ങളും ഇപ്പോൾ നിയമം മൂലം നിഷ്കർഷിക്കുന്നുണ്ട്. ബംഗ്ലാദേശും സിംഗപ്പൂരും കംബോഡിയയും തങ്ങളുടെ പൊതു ഓഫീസുകളിൽ താപനില 24 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയായി നിശ്ചയിച്ചിരിക്കുന്നു. ജോർദാൻ പൊതു ഓഫീസുകളിൽ എയർ കണ്ടീഷണറുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. താപനിലയിൽ വരുത്തുന്ന 1 ഡിഗ്രി വ്യത്യാസം പോലും വലിയ തോതിലുള്ള വൈദ്യുതി ലാഭമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഈ നടപടികൾ. ഇന്ത്യയിലും ഇത്തരം നിർദ്ദേശങ്ങൾ ഉയരുമ്പോൾ അത് അപ്രായോഗികമാണെന്ന് ചിന്തിക്കുന്നവർ ആഗോളതലത്തിൽ ഈ മാറ്റം എത്രത്തോളം ഗൗരവകരമാണെന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. സർക്കാരുകൾ സ്വന്തം നിലയിൽ നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങളും ശ്രദ്ധേയമാണ്. ഉദ്യോഗസ്ഥരുടെ വിദേശയാത്രകൾക്കും ഔദ്യോഗിക പര്യടനങ്ങൾക്കും പല രാജ്യങ്ങളും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. പാകിസ്ഥാനും ജോർദാനും വിദേശയാത്രകൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഈജിപ്തും ഇന്തോനേഷ്യയും ഔദ്യോഗിക യാത്രകൾ പരിമിതപ്പെടുത്തി. ടാൻസാനിയയിൽ ഉദ്യോഗസ്ഥർക്കായി പൊതു ബസ് യാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഭരണകൂടം തന്നെ മാതൃകയായി മുന്നോട്ട് വരുമ്പോൾ മാത്രമേ പൗരന്മാരും ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളൂ എന്ന തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ വിപണികളുടെ പ്രവർത്തന സമയം കുറച്ചും അനാവശ്യമായ ലൈറ്റിങ്ങുകൾ ഒഴിവാക്കിയും
വൈദ്യുതി ലാഭിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ രാത്രി 8 മണിക്ക് ശേഷം മാർക്കറ്റുകൾ അടയ്ക്കണമെന്ന നിയമം ഇതിനുദാഹരണമാണ്. ഈജിപ്തും ശ്രീലങ്കയും പരസ്യ ബോർഡുകളിലെ വിളക്കുകൾ അണയ്ക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. മഡഗാസ്കറിനെ പോലെയുള്ള രാജ്യങ്ങൾ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നെതർലൻഡും ബ്രിട്ടനും സ്പെയിനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഗ്യാസ് ബോയിലറുകൾക്ക് പകരം ഹീറ്റ് പമ്പുകൾ സ്ഥാപിക്കാനും സൗരോർജ്ജ പാനലുകൾ പ്രോത്സാഹിപ്പിക്കാനും ഈ രാജ്യങ്ങൾ വലിയ ഗ്രാന്റുകൾ നൽകുന്നുണ്ട്. വീടുകളുടെ ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നികുതി ഇളവുകൾ നൽകുന്ന സ്പെയിനിന്റെ നടപടി മാതൃകാപരമാണ്. ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക എന്നത് ഒരു താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് സുസ്ഥിരമായ ഒരു ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. ഓസ്ട്രേലിയയുടെ എവരി ലിറ്റിൽ ബിറ്റ് ഹെൽപ്സ് എന്ന ക്യാമ്പയിൻ ഓരോ പൗരന്റെയും ചെറിയ സഹകരണം പോലും വലിയ മാറ്റമുണ്ടാക്കുമെന്ന് അടിവരയിടുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ആഹ്വാനത്തെ ഈ ആഗോള പശ്ചാത്തലത്തിൽ വേണം നാം വിലയിരുത്താൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഊർജ്ജ ഉപഭോഗം ആഗോള വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. ഭാരതം ഇന്ധന ഉപഭോഗത്തിൽ വരുത്തുന്ന ചെറിയൊരു കുറവ് പോലും ആഗോളതലത്തിൽ വില കുറയാനും വിതരണ ശൃംഖല സുഗമമാക്കാനും സഹായിക്കും. ഇത് കേവലം സാമ്പത്തികമായ ഒരു നടപടി മാത്രമല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള ശക്തി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ കടമ കൂടിയാണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ മിതവ്യയം എന്നത് ഒരു മൂല്യമായി കാണുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം നമ്മുടെ സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പലപ്പോഴും നിയന്ത്രണങ്ങൾ വരുമ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള എണ്ണയും ഗ്യാസ് സിലിണ്ടറുകളും വരെ റേഷൻ ചെയ്യേണ്ടി വരുന്ന മാലദ്വീപിൻ്റെയും നേപ്പാളിൻ്റെയും അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ മുൻകൂട്ടിയുള്ള ഈ കരുതൽ അത്യാവശ്യമാണ്. പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നതല്ല സർക്കാരിൻ്റെ ലക്ഷ്യം, മറിച്ച് വലിയൊരു ദുരന്തത്തിലേക്ക് രാജ്യം പോകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ്. വരും തലമുറയ്ക്കായി വിഭവങ്ങൾ കരുതി വയ്ക്കുക എന്ന മിഷൻ ലൈഫ് എന്ന സങ്കല്പവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ആഹ്വാനം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. ലോകത്തിലെ പ്രബലമായ 40-ലധികം രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന അതേ നയങ്ങൾ ഭാരതത്തിലും നടപ്പിലാക്കുമ്പോൾ അത് അമിതമാണെന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തത് തന്നെയാണ്. വികസിത രാജ്യങ്ങൾ മുതൽ ദരിദ്ര രാജ്യങ്ങൾ വരെ ഒരേപോലെ പൊരുതുന്ന ഈ ഊർജ്ജ യുദ്ധത്തിൽ ഭാരതവും അതിൻ്റെ പങ്ക് വഹിക്കുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ഓരോ പൗരനും കൈകോർക്കേണ്ടതുണ്ട്. ഇന്ന് നാം നടത്തുന്ന ചെറിയ ത്യാഗങ്ങൾ നാളത്തെ സുരക്ഷിതമായ ഭാരതത്തിനായുള്ള നിക്ഷേപങ്ങളാണ്. ഊർജ്ജ സംരക്ഷണം എന്നത് ഒരു ശീലമായി മാറ്റുന്നതിലൂടെ നമുക്ക് ഈ ആഗോള പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കും. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ കറുത്ത മേഘങ്ങളെ തുരത്താനും പ്രകാശപൂരിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും കഴിയും. ലോകം മുഴുവൻ മാറുകയാണ്. ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഒരു മുന്നറിയിപ്പായും ഒപ്പം ഒരു അവസരമായും കണ്ട് നമുക്ക് ഊർജ്ജസ്വലമായ ഒരു ഭാരതത്തിനായി അണിനിരക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.